കാശ്മീർ ട്രിപ്പ് 11ാം എപ്പിസോഡിലും നമ്മളിങ്ങനെ ദാൽ തടാകത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ 2 ശിക്കാരകളുടെ ഇടയിലേക്ക് ഒരു ഫ്രൂട്ട്സ് കച്ചവടക്കാരൻ വന്നു. അങ്ങനെ മിക്സഡ് ഫ്രൂട്ട് ചാട്ടൊക്കെ ഉണ്ടാക്കി തന്നു. അത് കഴിഞ്ഞപ്പോൾ വന്നത് ഒരു തന്തൂരിയൊക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള തന്തൂരി. ഇനി വെള്ളത്തിലിരുന്ന് കഴിച്ചുകൊണ്ടാണോ എന്നറിയില്ല, ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഹെർബ്സ് കൊണ്ടുള്ള ഒരു ഹുക്ക വലിക്കാൻ ഒരു അവസരം കിട്ടി. അവസരം പാഴാക്കാതെ തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്തു. കൊള്ളായിരുന്നു. പിന്നെ നമ്മൾ വിജനമായ ഒരു സ്ഥലത്തുനിന്നും ഒരു ഇടനാഴിയിലേക്കാണ് ഇങ്ങനെ ശിക്കാരയിൽ പോകുന്നത്. അവിടെ 2 സൈഡുകളിലായിട്ട് തടി കൊണ്ടുള്ള തൂണുകൾ കൊണ്ട് ഉയർത്തിക്കെട്ടിയ നിലയിൽ കച്ചവട സ്ഥാപനങ്ങളാണ്. തുണിക്കടകളും കരകൗശല വസ്തുക്കളുടെ കടകളും ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ നട്ട്സും അങ്ങനെ പല പല സാധനങ്ങൾ വെക്കുന്ന കടകൾ. അങ്ങനെ ഒരു തുണിക്കടയിൽ കയറാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് നമ്മുടെ ശിക്കാര അങ്ങോട്ട് അടുപ്പിച്ചിട്ട് എല്ലാവരും അവിടെ ഇറങ്ങി. ഉള്ളിലോട്ട് കയറുമ്പോൾ ഫുള്ള് പരവതാനിയൊക്കെ വിരിച്ചിട്ട് കാണാൻ നല്ല സ്വർണ്ണ നിറമുള്ളൊരു കട. അവിടെയുള്ള സാധനങ്ങളും കുറച്ച് റേറ്റ് കൂടുതലുള്ള സാധനങ്ങളാണ് കേട്ടോ. ഷോളുകൾ, ചുരിദാറുകൾ, സാരികൾ, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു പ്രത്യേക മെറ്റീരിയലാണ്. എല്ലാം നമ്മൾ തൊടുമ്പോൾ ഒരു പഞ്ഞി പോലെ ഇരിക്കും. ശരിക്കും എല്ലാത്തിൻ്റെയും ഡ്രസ്സിൻ്റെ ഒരു പാറ്റേൺ ഒക്കെ എനിക്ക് തോന്നുന്നു ഒരുപോലെയൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ അവിടുത്തെ ഒരു സാധനം ഒരു പ്രത്യേകതയാണല്ലോ. ഒരു ഓർമ്മയ്ക്ക് വേണ്ടി നമ്മൾ എപ്പോഴും ഒരെണ്ണം വാങ്ങാറുണ്ടല്ലോ. അങ്ങനെ വാങ്ങാം കാശ്മീരിൻ്റെ ഓർമ്മയ്ക്കായിട്ട്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ കരകളുടെ തിരക്കാണ് കേട്ടോ. സഞ്ചാരികളുടെ തിരക്കാണ് ഭയങ്കരമായിട്ട്. ഇതൊരു പീക്ക് ടൈം ആണല്ലോ. അങ്ങനെ നമ്മളിനി തിരിച്ച് നമ്മൾ കയറിയ സ്ഥലത്തേക്ക് പോകണം. ഒരു റൗണ്ട് ഫുള്ള് വെച്ചിട്ട് വന്നതാണെന്ന് അറിയേയില്ല. എത്ര നേരം ശിക്കാരയിൽ ഇരുന്ന് കാഴ്ചകൾ കണ്ടാലും മടുക്കാത്ത അത്രയും കാണാനുണ്ട് കേട്ടോ അവിടെ. ശരിക്കും പഴയ ഒരു ഓർമ്മ നമ്മുടെ ഉള്ളിലേക്ക് വരും. ഈ ഇടനാഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ പണ്ട് ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ സ്ഥലമാണ് കേട്ടോ എനിക്ക് മനസ്സ് നിറയെ വരുന്നത്. അങ്ങനെ നമ്മൾ കയറിയ സ്ഥലത്ത് തന്നെ ഇറങ്ങാനായിട്ട് വന്നു. ചെറിയൊരു സങ്കടമുണ്ട് മനസ്സിൽ, എൻ്റെ മോതിരം പോയല്ലോ എന്നോർത്ത്. ഇനി എപ്പോഴെങ്കിലും വരാനൊരവസരം കിട്ടുമ്പോൾ ആ മോതിരം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടെ തന്നെ ഞാൻ അവിടെ ഇറങ്ങി. ദാൽ തടാകം ചുറ്റി നടന്ന് കാണാൻ വരുന്നവരെല്ലാം തിരിച്ചു കയറി വരുന്നൊരു സമയമാണ്. നാളേക്കായിട്ട് ശിക്കാരകൾ വെയിറ്റ് ചെയ്ത് കിടക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ബൈ.